Give me oil in my lamp, keep me burning. Give me oil in my lamp, I pray. Sing, sing, Hosanna, sing, Hosanna, sing, Hosanna to the God, keep me serving. Give me love in my heart, I pray. Keep me serving till the end of day. Sing Hosanna, sing Hosanna, sing Hosanna to the King of Kings. Give me praise, give me faith. 43 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. എനിക്ക് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടൊപ്പം കൂട്ടുകാരോടൊപ്പം അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കൂട്ടുകാരോടൊപ്പം ആണ് ആദ്യം തങ്ങിയിരുന്നത്. എങ്കിൽ തന്നെയും പെട്ടെന്നൊരു തോന്നലുണ്ടായി. എനിക്ക് മെയ് 8-ന് ഇവിടെ ഇന്ത്യയിൽ ഒരു ചില ഫാമിലി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതും എനിക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ്, എനിക്ക് തൊട്ട് താഴെയുള്ള ജൂനിയേഴ്സ് അപ്പോൾ ഇത്ര മാസങ്ങളുടെ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇന്നിവിടെ. അവരെയും എസ്പെഷ്യലി ടെസി വിളിച്ച ഉടനെ അറിയിച്ച ഉടനെ ടെസി എത്തി. അതുപോലെ എല്ലാ സഹായങ്ങളും നമ്മളിരിക്കുന്ന ഓഡിറ്റോറിയം വരെ ഒരു പറഞ്ഞ ഉടനെ തന്നെ തന്ന സിസ്റ്റർ ഉഷ, പിന്നെ എൻ്റെ പ്രീതി മുതൽ എനിക്ക് ഏറ്റവും ഭയവും സ്നേഹവുമുള്ള എൻ്റെ മിസ് ലീല, എല്ലാം വേദിയിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ഈ വിവരമാക്കിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസം നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ എന്തെന്ന് ഓർമ്മിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. കുറച്ച് നിമിഷങ്ങൾ, സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് നിൽക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. വീട് പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബഹുമാന്യനായ ഫാദർ ബോറി, വേദിയിൽ സാഹസികം ഉപയോഗിച്ചതായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പഴയകാല വിദ്യാർത്ഥിനികളെ, ഞാനിവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ എന്താ പറയുക ആലിംഗനം. ഇടയ്ക്ക് ഞാൻ ഓവർവെൽഡായി. ഓവർവെൽഡാവുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ വീണ്ടും പോകുമെന്ന് ഒന്നും സംഭവിക്കാതെ ഇത്ര വരെ എത്തി. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ കോളേജിനെ പറ്റിയുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്ക് വരുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖം വളരെ വികലമാണ്, വികൃതമാണ്. കമ്മ്യൂണലിസം, ഡ്രഗഡീഷൻ, കൊല്ലുംകൊല, ഒരുപാട് വികലമായ സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ ഓഡിറ്റോറിയം. ഇതൊരു ക്രിസ്ത്യൻ കോളേജാണ്, ഇതൊരു കാത്തലിക് കോളേജാണ്. പക്ഷെ ഇവിടെ മുഴങ്ങമായിരുന്ന ഗാനങ്ങൾ, ഗീതങ്ങൾ, ഭജനകൾ സർവമത പ്രാർത്ഥനകൾ, ഗീതങ്ങളായിരുന്നു. അതിന് വാസ്തവമായിട്ട് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയങ്കരിയായ, ഇപ്പോൾ സംഘത്തിൽ അവിടെ ഉണ്ട്, അത് കേൾക്കുന്നുണ്ട്, മദർ ജോസ്ഫീൻ. അതിൻ്റെ കൂടെ എനിക്ക് ഓർമ്മ ഷാരൺ ഇപ്പോൾ ഉണ്ടല്ലോ, ഷാരണിൻ്റെ മമ്മി എൻ്റെ മോളുടെ പേര് നിറിയം എന്നാ. നിറിയവും ആ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നിറിയത്തിൻ്റെ മിസ്സാണ് ഷാരണിൻ്റെ മമ്മി. ഷാരണിൻ്റെ മമ്മിയും മദസീനായും ഞാനും കൂടെ ഒരൊറ്റ വ്യക്തിയെ സഹായിക്കാൻ തുടങ്ങിയ 25 രൂപ ഞങ്ങളുടേതായിട്ട് വിഹിതം ഇട്ട് തുടങ്ങിയ
ഒരു ചെറിയ സംരംഭമാണ് പിന്നീട് ഈ കോളേജിലെ ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാനോ പുസ്തകങ്ങൾ എല്ലാ വർഷവും വാങ്ങിക്കാനോ ഒന്നും സൗകര്യമില്ലാത്ത നമ്മുടെ കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തുന്നതും അത് കോളേജിലേക്ക് വ്യാപിപ്പിച്ചതും അതിൻ്റെ പേരാണ് സ്റ്റുഡൻറ് വെൽഫെയർ ഫണ്ട്. ഞങ്ങളുടെ രൂപയെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് തോറും കയറി ഇറങ്ങി ടീച്ചേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് ഓഫീസിൽ കൊടുക്കും. എല്ലാ മാസത്തെയും പേ പാക്കറ്റിൽ നിന്ന് അത്രയും വിഹിതം ഡിഡക്റ്റ് ചെയ്ത് ഞങ്ങളെ ഏൽപ്പിക്കാൻ. അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ മാനേജ് ചെയ്തത്. ബട്ട് ദാറ്റ് വാസ് ടു ലിറ്റിൽ ഫോർ ദ റെസിപ്പിയൻസ് ഓഫ് അവർ ലവ് ഇൻ ആക്ഷൻ. ഇപ്പോഴും നമ്മൾ പാടിയല്ലോ അല്ലേ, give me oil in my lamp, give me faith in my heart, give me love in my heart. ആ ലവും ഫെയ്ത്തും ആണ് ഞങ്ങളെ ഇവിടെ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇന്നസെന്റ് കനകയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഫാസിൽ സാറിനെ പോയി കണ്ട് അനുവാദം വാങ്ങിച്ച് നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ഷോ നടത്തി. അത് മെറ്റിൽഡയാണ്, നമ്മൾ മെറ്റി എന്ന് വിളിക്കുന്ന മിസ് മെറ്റിൽഡയാണ് അന്ന് ഭയങ്കര ശക്തമായിട്ടുള്ള ആഹ്വാനം തന്നത്. അങ്ങനെ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റുഡൻറ് വെൽഫെയർ ഫണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് ആ മ്യൂച്വൽ കൺസേൺ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ഐ ആസ്ക് യു? ഗുഡ്. That is what matters in a Christian college. ഞാൻ ഇനി നിങ്ങളോട് എന്ത് പങ്കുവെക്കണമെന്നായി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഈ പ്രസംഗത്തിലൊന്നും ഒരു കഥയില്ലെന്നുള്ള എനിക്കറിയാം. ഞാനിപ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി വലിയ വലിയ സംരംഭങ്ങളിലാണ് ഞാൻ ഇടപെടുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇപ്പോൾ എനിക്ക് പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് 30 വർഷമായി അല്ലേ. 95 ഞാൻ പോയത്. പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അന്ന് ഈ കോളേജിൽ നിന്ന് പോകാൻ എനിക്ക് വലിയ സങ്കടമായിരുന്നു. എനിക്ക് ഫെയർവെൽ തരുന്ന സമയത്ത് ഇവിടെ മദർ ഓളിവ് റോഡ്രിക്സ് പ്രസന്റ് ആയിരുന്നു. ഷീ ലാൻഡഡ് അപ്പ് ഇൻ കണക്ഷൻ വിത്ത് ഹർ പെൻഷൻ. ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതായിരുന്നു എടുത്തത്. പാകത്ത തിണ്ണയിൽ നിർത്തിയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. ഷീ ഹാഡ് ഫെയ്ത്ത് ഇൻ മീ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇവിടുത്തെ സിൽവർ ജൂബിലി വന്നു. ഇവിടെ എത്രയോ പ്രഗത്ഭരായ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആരായിരുന്നു സ്വൈര്യ കമ്മിറ്റി ചെയർപേഴ്സൺ എന്നറിയാമോ? ഈ ചോട്ടി പൊട്ടി ലീലാമേരി കോശി. അതാണ് മദറിന്റെ ഫെയ്ത്ത്. എന്നോടുണ്ടായിരുന്ന ഫെയ്ത്ത്. അതുകൊണ്ട് തന്നെ മദറിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഫെയർവെൽ സ്വീകരിക്കാനുണ്ടായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. എനിക്കിപ്പോഴും കണ്ണു നിറയുന്നുണ്ട്. അതുപോലെ തന്നെ മദർ ജോസഫി എന്നെ എന്ത് ഇഷ്ടമായിരുന്നു മദറിനെന്നറിയാമോ? വത്സ എന്നെക്കാട്ടിലെ ഇളയതാണ്. വത്സ പക്ഷേ എന്നെക്കാട്ടിലെ ഇളയതാണ്, പ്രായമുണ്ട്. പക്ഷെ വത്സയുടെ കല്യാണമാണെന്ന് മിസ്സസ് മാത്യു ചെന്ന് മദറിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നോ, ലീല ഷുഡ് ഗോ ഫസ്റ്റ്. അതാണ് മദറിന്റെ സ്നേഹം. അപ്പൊ മിസ്സസ് മാത്യു പറഞ്ഞു, ലീല ബിലോങ്സ് ടു അനദർ ഫാമിലി, അത് വഴിപോലെ നടന്നുള്ള മദർ എന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച, സിസ്റ്റേഴ്സിൽ നിന്ന്, കോൺവെന്റിൽ നിന്ന് ലഭിച്ച സ്നേഹം. എൻ്റെ കുട്ടികൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി കുട്ടികൾ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുന്നുണ്ടായിരുന്നു. സരസ്വതിയുടെ മുഖം എനിക്ക് കാണാം. ഭീമില്ല. എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെല്ലാം പരീക്ഷാ പേപ്പറിന്, ഞാൻ യൂണിവേഴ്സിറ്റി പേപ്പർ വരെ, ഞാൻ ചെയർപേഴ്സണായിട്ട് ഇരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി പേപ്പർ വരെ സരസ്വതിയുടെ കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് വീടൊക്കെ അതിനകത്ത് എഴുതി വെച്ചേക്കുക. ഒരിക്കൽ ഞാൻ അത് ഇവിടെ കോളേജിലെ പേപ്പറിന് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ബീച്ചിൽ വെച്ച് ഞാൻ എൻ്റെ പിള്ളേരെ പട്ടം പറപ്പിക്കാറുണ്ട്. പിള്ളേർ എനിക്കൊന്നേ ഉള്ളെങ്കിലും ഫാമിലിയിലെ പിള്ളേരെ എല്ലാം കൊണ്ട് ഞാൻ ബീച്ചിൽ പോകും. അങ്ങനെ അവിടെ പട്ടം പറത്തിക്കൊണ്ട് നടക്കുമ്പോൾ സരസ്വതി വെച്ച് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദിസ് ഇൻ ദ ആൻസർ പേപ്പർ? Miss, that is how I learned.
ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തലച്ചോറിൽ കയറ്റി വെക്കും. എന്നിട്ട് അതെല്ലാം പരീക്ഷാ പേപ്പറിൽ, യൂണിവേഴ്സിറ്റി പേപ്പറിൽ പോലും എൻ്റെ വാക്കുകൾ, ഐ സ്റ്റിൽ റിമെമ്പർ വൺ കൊട്ടേഷൻ. And then all smiles stopped together. My last lecture ഒരു ലൈനാണ്. അന്ന് ഞാൻ അതിന് പറഞ്ഞ ക്രിറ്റിസിസം, എ ട്രാജഡി ഇൻ 5 words എന്ന ആ ലൈനിന് അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ എവിടെയൊക്കെയാണ് എൻ്റെ ഞാൻ പേഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. എല്ലാ ലൈബ്രറിയിൽ എനിക്ക് കിട്ടുന്നതാണ്. പേഴ്സ് ഓഫ് മൈ വിസ്ഡം അല്ല, അതർ പീപ്പിൾസ് വിസ്ഡം, ബോറോഡ് വിസ്ഡം ആണ് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നത്. ആൻഡ് മൈ സ്റ്റുഡൻസ് അക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ദേ ലേൺഡ് എവറിഥിങ്. അതിൻ്റെ ബോണ്ടാണ് ഞാൻ ഇവിടെ എല്ലാം കണ്ടത്. ഞാൻ ദൈവത്തിന് സ്തോത്രം എന്നല്ലാതെ മറ്റെന്താ പറയേണ്ടത്? നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ കാർബൺ ന്യൂട്രാലിറ്റിയിലും സസ്റ്റൈനബിലിറ്റിയിലും ഒക്കെ ആണെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതാണ് ഈ പ്രകൃതി, അല്ലേ? അപ്പം നമ്മളുടെ കയ്യിലാണ് ഈ പ്രകൃതി തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ പരിപാലിക്കേണ്ട കാര്യമുണ്ട്. ധർമ്മം, കർമ്മം, മോക്ഷം. ധർമ്മ പരിപാലനത്തിനായി മനോവികാസം നേടിയവരായി ജീവിക്കുക. Look within, find the divine purpose of your life. അത് നിറവേറ്റുക, അതാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും with the natural progression you will get moksha or you will reach eternity. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Carry on with you these 3 words: dharma, karma, moksha. Go home and continue to love. That's what matters in life. Thank you. Thank you, Miss. ഉദ്ഘാടന പ്രസംഗത്തിനായി സിസ്റ്റർ ഉഷ നമ്മളുടെ പ്രിൻസിപ്പലിനെ ക്ഷണിക്കുന്നു. ഈ കലാലയത്തിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലായ സിസ്റ്റർ ഉഷ ഈ കൂട്ടായ്മ ഇവിടെ ഇത്രയും ഭംഗിയായി നടത്തുവാനായി ചെയ്തു തന്ന എല്ലാ സഹായങ്ങളും. Most respected President of this day, Professor Leela Chumar, my teacher too. നമ്മുടെ അഹങ്കാരവും അഭിമാനവുമായ മിസ് ടെസി, 30 വർഷത്തെ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ് നയിച്ച അച്ഛനാണ് ഫാദർ. ഈ ഗെറ്റ് ടുഗദറിന് ചുക്കാൻ പിടിച്ച, ഫെബ്രുവരി മുതൽ ഇന്ന് വരെ ഇതിന് ചുക്കാൻ പിടിച്ച അന്നമ്മ സക്രിയ, ഇന്ന് ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മൈ ഡിയർ ടീച്ചേഴ്സ്, the former principal Dr. Sheena George and Miss Elamma, I didn't see, Miss, and all the students of gathering, students of our gathering. I'm privileged and happy to be part of this meeting. ഞാൻ ഇന്ന് കൂട്ടുകാരായിരുന്നു. 43 അല്ലെങ്കിൽ 45 വർഷങ്ങൾക്ക് ശേഷം ഈ കലാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ടാവും, ഷേപ്പും ഒക്കെ മാറിയിട്ടുണ്ടാവും. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ട വൈബ് ഭയങ്കരമായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ കൊച്ചായിരുന്നപ്പോൾ, അല്ലെങ്കിൽ 16 വയസ്സ് 17 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സായിരുന്നു ഈ ക്യാമ്പസിലായിരുന്നപ്പോൾ അവരുടെ എനർജി എന്തായിരിക്കാം. അത് ഞാൻ ഷെറിനെയാണ് കണ്ടത്. ഷെറിൻ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പാട്ട്, 2 പാട്ട്, 3 പാട്ട്, ഇവിടെ പാട്ടുകളൊക്കെ കഴിഞ്ഞായിരുന്നു. സ്റ്റേജ് ഓക്യുപ്പൈ ചെയ്ത് ഇത് പൊട്ടമയായിരുന്നു. പക്ഷേ സ്റ്റിൽ ദ വൈബ്, കണക്ട് ആൻഡ് റീകണക്ട്, നോ ഓഫ് ദ ഡേ ആൻഡ് നോ ഓഫ് ദി അവർ ആയി മാറാൻ കാരണം നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഡിവൈസ് തന്നെയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലം അബണ്ടൻസിന്റെ കാലമാണ്. ഇൻഫർമേഷൻ ആണെങ്കിലും, നോളജ് ആണെങ്കിലും, എഡ്യൂക്കേഷൻ ആണെങ്കിലും, വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, എന്റർടൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അബണ്ടൻസ് ആണ്. ഒരു വ്യക്തിക്ക്
വേണ്ടതെല്ലാം ഈ ഡിവൈസിലുണ്ട്. മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ആണ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ ബോണ്ട്, പണ്ട് നമുക്കുണ്ടായിരുന്ന ബോണ്ട് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുക. സിനിമ നമുക്കതിലുണ്ട്, പാട്ട് നമുക്ക് അതിലുണ്ട്, ഡാൻസ് ഉണ്ട്, നാടകമുണ്ട്. ഇംഗ്ലീഷ് ഇവിടെ അഭിനയിച്ച നാടകത്തിന്റെ ഭാഗങ്ങൾ ആ വീണ്ടും റീഇനാക്ട് ചെയ്യുമായിരുന്നു. അന്ന് മദർ ജോസഫ് ചെയ്യിപ്പിച്ച നാടകത്തിന്റെ ഭാഗങ്ങൾ ഇന്ന റോളിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് വളരെ കാലമായിട്ട് ഇവിടെ നിന്ന് ലൈവായിട്ട് നാടകങ്ങൾ അഭിനയിച്ച് കാണിച്ചു. അപ്പൊ ആ ഓർമ്മകളെല്ലാം നമ്മൾ എവിടെയൊക്കെ സൂക്ഷിച്ചിരുന്ന ഓർമ്മകൾ ഇങ്ങനെ ഓരോ കുമിളകൾ പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന ആ ഒരു അനുഭവം നമ്മൾ കാണുന്നു. ഓരോരുത്തരും ചെന്ന് ചോദിക്കുന്ന കേൾക്കുക, നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, ഇന്ന ആളാണോ എന്ന് ചോദിക്കരുത്. കാരണം രൂപവും ഭാവവും ഒക്കെ മാറി ഒക്കെ ആണെങ്കിലും ഈ ചിലര് കോയമ്പത്തൂർ നിന്ന് വന്നവരുണ്ട്, നാഗർകോവിൽ നിന്ന് വന്നവരുണ്ട്, ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ട്, മസ്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും സെയിന്റ് ജോസഫ്സിന്റെ അല്ലെങ്കിൽ കൺവെൻഷൻ ഡോക്ടേഴ്സ്, അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. കൺവെൻഷൻ ഡോക്ടേഴ്സ് എത്തിപ്പെട്ടതിൽ ഞാൻ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ അഭിമാനിക്കുന്നു. അതിന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒന്നും ഒരു അഭിമാനത്തിന് കാരണമാവല്ല ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോ തുടങ്ങി മദർ ഫെർണാണ്ടോ അറിയുക തുടങ്ങി ഇവിടെ എനിക്ക് മുന്നേ വന്ന പ്രിൻസിപ്പളായ മിസ് ഷീന ജോർജിന്റെ ഒരു വിഷൻ, സാക്രിഫൈസും എഫേർട്ടും കൂടിയാണ് ഇന്ന് ഈ കോളേജ് പേരെടുത്ത് ഈ കലാലയം മിസ് ടെസിയുടെ ഒരു റോള് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്ക് കോളേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ 1954 സ്റ്റാർട്ട് ചെയ്ത കോളേജ് 10 UG, 4 PG കോളേജ്, 2 റിസർച്ച് സെന്ററായിട്ട് ഇന്ന് 743 കുട്ടികളുമായി 51 ടീച്ചേഴ്സ്, 17 നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ട് ജൈത്ര യാത്ര തുടരുമ്പോൾ 4ാമത്തെ അക്രഡിറ്റേഷൻ കഴിഞ്ഞു. UGC നമുക്ക് A+ ഗ്രേഡ് തന്നു. ആ സമയത്ത് നമുക്ക് എടുത്തു കാണിക്കാൻ ഒരു ഇലുമിനസ് പ്രസ്റ്റീജിയസ് അലുമിനി എന്ന് പറയുന്നത് മിസ് ടെസി ആയിരുന്നു. വന്ന ടീമിലെ ചെയർപേഴ്സൺ ഫിസിക്സ് പ്രൊഫസർ കൂടിയായിരുന്നു എന്നുള്ളത് ദൈവ നിശ്ചയം. അപ്പോൾ ആ മിസ്സിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ, മിസ് ടെസിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. എയർപോർട്ടിൽ ഇരുന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, I remember your college and you are very lucky to have her and I got a photograph of her. നമ്മൾ എപ്പോഴും മിസ്സിനെ കാണുന്നു, കേൾക്കുന്നു, അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു. പക്ഷെ ഞാൻ ആ നിമിഷം ഒരു ഫോട്ടോ എടുത്തതിനുള്ള സന്തോഷം, ആ അക്കാഡമിക് പേഴ്സൺ ഉണ്ടായിരുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് A+ൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മിസ് മാറിയിട്ടില്ല. എപ്പോഴൊക്കെ നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു, ഷോർട്ട് നോട്ടീസ്, കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ വിളിച്ചത്. 4 ദിവസത്തെ ഷോർട്ട് നോട്ടീസിൽ വിളിച്ചിട്ടും മിസ് ഇവിടെ ലാൻഡ് ചെയ്തു, ഉച്ചവരെ നിന്നു, അവരോട് ഇന്ററാക്ട് ചെയ്തു. അതിന് പ്രത്യേകം നിങ്ങളുടെ വളർച്ചയുടെ ഒരു തരി കാണിക്കാൻ മിസ്സിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു കോളേജിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് കൂടുതൽ പറയണമെന്നില്ല. ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഇന്റലക്ച്വൽ ലെവലിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല. അപ്പൊ ഇന്ന് അന്നമ്മ സെക്രട്ടറിയുടെ ഒരു തോട്ട് ഞാൻ വായിക്കാണ്. ഇന്ന് ഒരു ലീഡർ ഈസ് measured not by the size of the mind, by the size of the heart. അത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് താഴേക്ക് വന്നിട്ട് ഞാൻ മലയാളത്തിൽ പറയാമെന്നും എൻ്റെ മനസ്സിൽ വരുന്നത് പറയാമെന്നും എൻ്റെ സ്നേഹം പകരാമെന്നും ഞാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന എല്ലാവർക്കും ഏറെ നന്ദിയും സന്തോഷം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ഈ കോളേജ് നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാണ്? ഇത് റെന്റിന് തന്നതല്ല. നിങ്ങളൊരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ കൊണ്ട് വെച്ചാൽ അതിൽ പിക്നിക്കിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു ടൂറിന്റെ ഭാഗമേ ആകുകയുള്ളൂ. ഇവിടെ വന്നാൽ മാത്രമേ ആ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്നും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. കഴിഞ്ഞ ഞായറാഴ്ചയിൽ എൻ്റെ ബാച്ചിലെ 26 സ്റ്റുഡൻസ് ഇവിടെ ഒരുമിച്ച് വന്നിരുന്നു. എല്ലാവർക്കും എപ്പോഴും വെൽക്കം. കുറച്ച് സമയം നേരത്തെ പറയണമെന്ന് മാത്രം. So I can be also be available. So hearty welcome. Be at ease. Be
സിസ്റ്റർ നമുക്ക് ദീപം തെളിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ശുഭകരമായ എല്ലാ കാര്യങ്ങൾക്കും ദീപം തെളിയിച്ചു തുടങ്ങുന്നത് സർവ്വ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ്. ദീപം തെളിയിക്കുന്നതിനായി ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. സിസ്റ്റർ ഉഷയും ഫാദർ ബർലി, മിസ് ലീല, മിസ് ഡെസി തോമസ്, മിസ് മെറ്റിൽഡ നമ്മൾ വിളക്ക് തെളിയിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ കാര്യമാണ്. മുഖ്യ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Very respected Sister Usha, Principal St. Joseph, today's chairperson, Professor Leela Chumar, Father Burley, Ms. Sanama Zakaria, and previous principal, Ms. Sheena George, Eliama Miss, and all the teachers, professors, the faculty members, staff, beloved staff, and all my colleagues. I think the batches of 1978 to 1983. I was surprised whether, a very good morning to all of you. I was surprised whether 1978 to 1980 was my pre-degree. Anyone from that batch is there? Okay. I was trying to recollect some faces so that the colleagues who ran along with me, so we can say we were all not walking across, we were all running. So from classroom to attend. And I remember the teachers from mathematics, physics, chemistry, Miss Andrews, Miss Leela, all these people were there. They were all giving the education. But ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഈ സെയിൻറ്റ് ജോസഫ്സ് കോളേജ്, that is the one which gave me the whole education. സ്കൂൾ ഇവിടെ സെയിൻറ്റ് ജോസഫ്സ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ സെയിൻറ്റ് ജോസഫ്സിൽ പഠിച്ച ആ 2 വർഷം. ആ 2 വർഷമാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. എനിക്ക് എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിന് ശേഷം ഗൈഡഡ് മിസൈൽസ് അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കയറിപ്പോയി. അതുകൊണ്ട് മാത്രം ഇപ്പം ഈ ഷാരൻ അവിടെ നിന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത വെപ്പൺസ് ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ആകാശ്, ബ്രഹ്മോസ്, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പ്രോജക്റ്റിൻ്റെ ലെവലിൽ ആസ് എ ടെക്നോളജിസ്റ്റ്, അല്ലെങ്കിൽ ഡയറക്ടർ എന്ന ലെവലിൽ മിസൈൽ എല്ലാ 3 മിസൈൽ ലാബുകളുണ്ട്. അതിൻ്റെ എല്ലാം ഡയറക്ടറായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. പിന്നെ അഗ്നി മിസൈൽ, പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ് തേജസ്, ഇവിടെ പോയി എല്ലാ എയർക്രാഫ്റ്റ്, പിന്നെ ഐ ഇൻ ദ സ്കൈ, ബാൾക്കോട്ട് ഓപ്പറേഷൻ മുതൽ ഐ ഇൻ ദ സ്കൈ, എയർബോൺ ഏർലി വാർണിംഗ്, ഒരു 200 to 400 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ എന്ത് നടക്കുന്നുള്ളത് പോലും ട്രാക്ക് ചെയ്ത്
we can witness and tell our ground or the other fighter aircrafts which is in the air as well as ground. We can give the information there is some target there is some movements there. പിന്നെ ഡ്രോൺസ് ഞാൻ ഡയറക്ടർ ജനറൽ എയറോനോട്ടിക്കൽ പോയപ്പം ഡ്രോൺസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്, എയറോ എഞ്ചിൻസ്, എയർഷിപ്സ്, ഈവൻ എയർഷിപ്സ് വെൽ ലോഞ്ച്. അതായത് ഏകദേശം ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിനെയും വലിപ്പമുള്ള ഡബിൾ ദ വലിപ്പമുള്ള എയർഷിപ്പ് ബലൂൺ പോലത്തെ, അതിനകത്തും വി കീപ്പ് ട്രാക്കിംഗ് equipments so that if an enemy any movements that is also has a visibility at a 7 kilometer altitude. First time we did it. Apam അത്രയും ദൂരത്തിൽ നിന്ന് we get a field of view of almost 200 kilometers. അപ്പോൾ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ട്. That all has helped the network centric warfare for a country and pinpoint. That's where we say the pinpoint attacks without collateral damage നമുക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ടെക്നോളജി പലതും നമ്മൾ ചെയ്ത് വെച്ചതൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. നമുക്ക് ഇന്ത്യക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു. അത് അങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ വൈസ് ചാൻസലറായിട്ട് അന്വേഷ് യൂണിവേഴ്സിറ്റി കന്യാകുമാരിയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ട്. അപ്പം സ്റ്റിൽ വിത്ത് സ്റ്റുഡൻസ് ആൻഡ് റിസർച്ച്. അങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം. ആലപ്പുഴ വീടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴയ്ക്ക് ഓടി വരും. പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫിന് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എപ്പോഴും വരാറുണ്ട്. കാരണം ആലപ്പുഴയിൽ ടച്ച് ചെയ്യാമെന്നുള്ളത് കൊണ്ട്. ഇപ്പം തന്നെ കൊച്ചിയിൽ എനിക്ക് ഇന്നലെ ഒരു ഫംഗ്ഷനായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്ത് നിന്നാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂർ പോകാൻ. അതുകൊണ്ട് വലിയ ആലപ്പുഴയിൽ വന്ന് സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണെങ്കിലും ഓടി വരും. വിളിച്ചാൽ മാത്രം മതി. അതുപോലെ ട്രഡീഷൻ അങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ കോളേജിലായിരുന്ന സമയത്ത് ഞാൻ നല്ല വികൃതിക്കാരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഠിത്തം മാത്രമല്ല കൂടുതൽ എനിക്ക് നല്ല ഓർമ്മയുള്ള സംഗതി, ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് പ്രീ ഡിഗ്രിയിൽ ആദ്യമായിട്ടൊരു പെൺകൊച്ചുകാരി ഇലക്ഷനിൽ നിന്നതാണ്. എനിക്ക് ഒത്തിരി വഴക്ക് കിട്ടിയിട്ടുണ്ട്. മിസ്സസ് പോപ്പൻ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇലക്ഷൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, എന്ത് വിചാരിച്ചുകൊണ്ട് വൈ ആർ യു അപ്ലൈങ് ഇലക്ഷൻ, സ്റ്റാൻഡിങ് ഫോർ ഇലക്ഷൻ. അപ്പം ഞാൻ മിസ്സിനോട് പറഞ്ഞു, ഞാൻ ആദ്യത്തെ ഇലക്ഷൻ മുഴുവൻ മാർക്ക് മേടിച്ചേക്കാം, ഞാൻ ഇലക്ഷൻ എന്തോ ഒരു ഇത് കൊച്ചുനാൾ മുതലേ ഉണ്ട്. അങ്ങനെ ഒരു എന്തെങ്കിലും തോന്നിയാൽ ലീഡർഷിപ്പ് കൊടുക്കണം. അപ്പം സെൻറ്റ് ജോസഫ്സ് ഞാൻ പറഞ്ഞതാണ്, സെൻറ്റ് ജോസഫ്സിനെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇലക്ഷനിൽ നിന്നത്. കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആ കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഓർക്കും സെൻറ്റ് ജോസഫ്സിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കയറിയത്. അപ്പോൾ അവരുടെ വലിയ മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുമല്ലോ സെൻറ്റ് ജോസഫ്സ് ഗിവൺ മീ അതിനുള്ള കരുത്തും പൊട്ടൻഷ്യലും എല്ലാം തന്നത് സെൻറ്റ് ജോസഫ്സാണ്. പഠിത്തം മീൻസ് മാത്തമാറ്റിക്സ്, സയൻസ് ആ ഫീൽഡിലോട്ടും കയറി ചെല്ലാൻ പറ്റിയത് ഇവിടുത്തെ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമാണ്. അപ്പം അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പ്രേയർ സോങ് ഷാരൻ പാടിയപ്പോഴേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സെൻറ്റ് ജോസഫിൽ പാടിയിട്ടുള്ളത്, മീൻസ് നമ്മുടെ പ്രേയർ സോങ് ആയിട്ടോട്ട് പാടിയിട്ടുള്ള പാട്ടാണ്. അത് വരികൾ തെറ്റാതെ എനിക്ക് പാടാൻ പറ്റിയത്. കാരണം വേറൊരിടത്തും അതിൻ്റെതായ ഇത് വരുന്നില്ല. അപ്പം പോലും ഞാൻ ഓർത്തു നമ്മുടെ പാട്ടാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക. ഇനി ഇന്ന് എനിക്ക് തിരിച്ച് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകണം ബാംഗ്ലൂരിലോട്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഓടിപ്പോണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. പക്ഷേ സമയം ഫ്ലൈറ്റിൻ്റെ എനിക്ക് മാറ്റിയെടുക്കേണ്ടി വന്നല്ലേ. രാത്രി 10 മണിയുടെ പിന്നെ വാറൻ്റ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് നീക്കിയെടുത്തു. അത് ഇനിയും മാറ്റാൻ പറ്റുക, കാരണം ഓൾറെഡി ക്വസ്റ്റ്യനബിളാണ്. 1-2 പ്രാവശ്യം മാറിയത്. എല്ലാവരെയും കാണാൻ സാധിച്ചില്ല. എല്ലാവരെയും പല പല മുഖങ്ങളൊക്കെ, പരിചയമുള്ള മുഖങ്ങളൊക്കെ കാണാൻ പറ്റി. അതിന് വളരെയധികം സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക്
ഇനീഷ്യേറ്റീവ്. അതുപോലെ പ്രൊഫസർ നീലമൻ പറഞ്ഞതുപോലെ സ്റ്റുഡൻറ്റ് കോൺട്രിബ്യൂട്ടഡ് തിങ്സ് ഷുഡ് കം ഫ്രം അലുമിനി. അതിനായിട്ടും നമ്മളെല്ലാവരും സഹകരിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഐ ആം ഓൾവേസ് സ്റ്റുഡൻറ്റ് ഓഫ് സെയിൻറ്റ് ജോസഫ്സ് എന്ന് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മിസ്റ്റർ ടിക്ടസി മാം. ഒരു കോർഡിനേറ്റേഴ്സിൻ്റെ ആയിട്ട് കോളേജ് ഫണ്ടിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ടെക്സി മാമിനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിനായി സിസ്റ്റർ പ്രിൻസിപ്പലിനെയും ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെയുണ്ട്. ബിസ്കറ്റും എന്ന പുസ്തകം, അതിൻ്റെ ഒരു കോപ്പി മിസ്സിൽ ആഗ്രഹപ്രകാരം ടെസി മാമിന് നൽകുന്നതിനായി മിസ്സിനെ ക്ഷണിക്കുന്നു. പുസ്തകത്തിൻ്റെ പേര് രസകരമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് നമ്മുടെ അഗ്നിപുത്രി മിസൈൽ വില്ലേജ് ഓഫ് അവർ ലാൻഡ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ എഴുതിയ സംരംഭം ആദ്യത്തെ ബുക്കാണ് ഇത്. വളരെ അഭിമാനത്തോടെ ടെസ്സിക്ക് കൊടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്ലീസ്. അനമ്മ ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു സ്ഥാനം അത് നൽകുന്നതിനായി ടെസി മാമിനെ വീണ്ടും ക്ഷണിക്കുന്നു. ബുദ്ധിമുട്ട് ക്ഷമിക്കുക. ആ സ്വീകരിച്ച ചേച്ചിക്ക് വേണ്ടി ഒരു ചെറിയ കവിത. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമുണ്ട്, അതുകൂടെ സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെറും അറിവ് മാത്രം കിട്ടുക മാത്രമല്ല, വാസ്തവത്തില് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് അറിവ് വേണം. അറിവോട് കൂടി തന്നെ അനുഭവങ്ങള്, ഹൃദയത്തിന്റെ അനുഭവങ്ങൾ. ക്ലാസ്സിൽ ഇരുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. നിത്യഹരിതനായകൻ. ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് സൺഡേ ക്ലാസ് കാറ്റഗിസം ക്ലാസ്സിലിരിക്കുമ്പോൾ അച്ഛനിങ്ങനെ ചുരുണ്ട നീഗ്രോകളുടെ പോലെ ഇങ്ങനെ മുടിയാണ്. അപ്പൊ പണ്ട് ബോൾ പെണ്ണിന് ഇങ്ങനെ സ്പ്രിങ് ഇടുമല്ലോ. അപ്പൊ ആ സ്പ്രിങ്ങിന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അച്ഛനിങ്ങനെ അവിടെ നിന്നിട്ട് പറയും, എണീറ്റിരിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഒരറ്റത്തുനിന്ന് എല്ലാവരും എഴുന്നേക്കേണ്ടി വരും. അപ്പൊ ഫുള്ള് ക്ലാസ് മൊത്തം അങ്ങ് എഴുന്നേക്കും. അപ്പൊ അച്ഛൻ പറയുന്നത് ഞാനിരിക്കാന്ന് പറയും. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, അച്ഛനിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ഞങ്ങൾ ഇരുന്നോട്ടെ ഇരിക്കും. അങ്ങനെ ശരിക്കും ക്ലാസ്സിനൊക്കെ
മുതൽ ഇതുപോലെയുള്ള സംവാദങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്നാലും കാറ്റഗിസം ക്ലാസ്സുകൾ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് പാടുന്ന ഗോപുരമുകളിൽ പാടുന്നത്. അപ്പോൾ നെറ്റിയൊക്കെ എന്നെ ഈ അടുത്തിടെ കൂട്ടിയിട്ട് ഗോപുരമുകളിൽ എന്ന് പറയുന്നു. കാരണം ഞാൻ ഇച്ചിരി ആൻസൈസ്ഡ് ആയിട്ടാണ് മലയാളം പാട്ട് പാടുന്നത്. അതുകൊണ്ട് അവരുടെ എന്നെ വിളിക്കുന്നത് ഗോപുരമുകളിലെന്നാണ്. അപ്പം മലയാളം പാടണ്ട എന്ന് വിചാരിച്ചത് അന്നറിയാം ഞാൻ മലയാളം പാട്ട് പാടാറുണ്ടെന്ന്. ഇപ്പൊ ഞാൻ അയ്യോ അത് വേർഡ്സ് ഒന്നുമില്ല. ഗോപുരമുകളിൽ വസന്തചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു. സഖി ഗോരോചനക്കുറി വരച്ചു. അമ്പലമുറ്റത്തെ ആൽത്തറ വീണ്ടും വെള്ളിനിലാവിൽ കുടിന്നു. ഗോപുരമുകളിൽ വസന്തചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു. സഖി ഗോരോചനക്കുറി വരച്ചു. പോരത് ഇല്ലല്ലോ. നല്ല ഇംഗ്ലീഷ് പാട്ടൊക്കെ കൊണ്ടുപോകാൻ പാടണ്ടാവും. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ മറുപടിയാണേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം. ഇരുകരകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. Flowers, beautiful flowers, friends are like flowers in the garden of life. Are you a daisy? Are you a rose? Are you a dandelion? You shall be what you are, I'll be what I am. We will be friends in the garden of life. Friends are like flowers, beautiful flowers. Friends are like flowers in the garden of life. Flowers need sunshine, flowers need rain. Flowers need loving care, helping each other in sunshine and rain. We will be friends in the garden of life. Actually, കനോസാടെ പടത്തിന്റെ മുൻപിലായിരിക്കും ഇരിക്കുന്നത് ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൈ കോർത്ത് പിടിച്ചിട്ട് ഈ പാട്ട് പാടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നില്ല. കോർത്ത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സ് കോർത്ത് പിടിച്ചിട്ടുണ്ട്. അത്രയും ഓക്കെ. എന്തോ ആ
മിസ് ഏലമ്മയെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷ, വൈബ്രന്റ് ഡൈനാമിക് എബുള്ളിയന്റ് കോർഡിനേറ്റർ ഓമന ജോൺ അഥവാ നമ്മ സെക്രട്ടറിയാസ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഒത്തിരി നേരം സംസാരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുമെന്ന് ഒട്ടും പേടിക്കണ്ട. ആശംസാ പ്രസംഗത്തിന് 5 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. 2 മിനിറ്റ് പറയുമായിരിക്കും, ഞാൻ 5 മിനിറ്റ് കൂടുതൽ പറയുകയല്ല. അപ്പം സോ പ്ലീസ് പേഷ്യൻറ്റ് വിത്ത് മീ. പിന്നെ സിസ്റ്റർ തുടങ്ങിയത്, ഉഷ തുടങ്ങിയത് ഐ വിൽ ടോക്ക് ഫ്രം ദ ഹാർട്ട്. അന്നമ്മ ജോണിൻ്റെ, അന്നമ്മ സക്കറിയയുടെ ഒരു പോസ്റ്റ്, ഇന്നത്തെ ഗ്രൂപ്പിലെ പോസ്റ്റ് അങ്ങനെയായിരുന്നു, ടോക്ക് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇനി 1 മാസത്തേക്ക് ഉള്ള സന്തോഷവും എനർജിയും ഞാൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കും അതുണ്ടായി കാണുമെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ നിങ്ങൾ വരത്തില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. വളരെ അകലെ നിന്നൊക്കെ വന്നവർ ധാരാളമാണ്. അപ്പൊ നിങ്ങൾ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ, നിങ്ങളുടെ ഹഗ്സ് കിട്ടിയപ്പോൾ, അല്ല നിങ്ങളുടെ ഉപ്പ് കിട്ടിയപ്പോൾ എല്ലാം ഞാൻ ഓർത്തത് പഴയ കാര്യങ്ങൾ. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മുമ്പിൽ ഇരുന്ന് ചിരിക്കുന്ന മുഖത്തോടെയാണ് അതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്തത്. അതായത് 42 വർഷമായി, 33 കഴിഞ്ഞിട്ട്. അതാണ് എൻ്റെ 42 വർഷം പുറകോട്ട് പോയി. നിങ്ങളെല്ലാം വളരെ ചെറുപ്പമായിട്ട് ഞാൻ അന്ന് കണ്ടു. അന്ന് നിങ്ങൾക്ക് 15, 16, 17, 18, 19, 20 മാക്സിമം ആ പ്രായമേ ഉള്ളൂ. എനിക്കന്ന് 31, 32, 33 ആ പ്രായമായിരുന്നു. അപ്പോൾ നിങ്ങൾ വെരി ഇന്നസെന്റ് ഗേൾസ്. ഇപ്പോഴും ഇന്നസെന്റ് അല്ലെന്നല്ല, അന്ന് ഇന്നസെന്റ് ഗേൾസ് ആയിരുന്നു. ഒത്തിരി സ്വപ്നങ്ങൾ ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾ. അത് ഇവിടെ ആരോ പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 42 വർഷമാണ് കഴിഞ്ഞിരിക്കുന്നത്. മിനിമം 42, ചിലപ്പോൾ 45 വരെ പോകാം. അപ്പോൾ എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്നു. പക്ഷേ നിങ്ങളെ ആരെയും കണ്ടിട്ട് സീനിയർ സിറ്റിസൺസിന്റെ ഒരു ലക്ഷണവും ഇല്ല. You are in your 30s. You look, you are in your 30s. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ സന്തോഷാവസ്ഥ കൊണ്ടും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് ആക്റ്റീവായിരിക്കുന്നത് കൊണ്ട്, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുസ്ലിം നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, how dull it is to remain, how dull it is to pause, how dull it is to pause, to rest unburnished and not to shining use എന്നാണ് ആൽഫ്രഡ് ലോർഡ് ടെനിസന്റെ യുളീസസിലെ ഒരു വരിയാണ്. കാര്യം ഇത്രയേ ഉള്ളൂ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ജോലി ചെയ്തും ആക്റ്റീവായിരുന്നു ഷൈൻ ചെയ്ത് ജീവിക്കുന്നത് എന്നാണ് ഈ പോയതിന്റെ സാരാംശം. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്ര ചെറുപ്പമായിട്ട് കാര്യം ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കണം. ചെറുപ്പമായിട്ടിരിക്കാനുള്ള ഒരേ ഒരു രഹസ്യം ഇതുപോലെ യാത്ര ചെയ്യുക, എല്ലാവരെയും കാണുക, എല്ലാവരോടെയും ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എനർജി കൂട്ടാൻ സംസാരം, കൂടിയിരിപ്പ്, നമ്മുടെ സാന്നിധ്യം ഇത് ഉപകരിക്കും. ഈ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ എനർജി, ഫിസിക്കൽ എനർജി, മെന്റൽ എനർജി എല്ലാം കൂട്ടാൻ ഉപകരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാം. മുമ്പൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് സെൽഫ് ലവ് വേണ്ട, സെൽഫിഷ്നെസ് ആണത്. നമുക്ക് സെൽഫ് ലവ് വേണ്ടെന്ന്. പക്ഷെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് സെൽഫ് ലവ് വേണം. എന്തുകൊണ്ട് സെൽഫ് ലവ് വേണം? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ വിലമതിക്കുന്നു എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ വിലമതിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ അക്നോളേജ് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ ഒപ്പമാണെന്ന് കരുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു
നിങ്ങളെല്ലാവരും സാക്ഷികളുമാണ്. നമുക്കത് പറ്റണമെങ്കിൽ ഈ ഒരു കാര്യം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എന്നെ ബഹുമാനിക്കുക, അപ്പൊ നിങ്ങളെ ബഹുമാനിക്കാൻ എനിക്ക് എളുപ്പത്തിൽ പറ്റും. ഞാൻ നിങ്ങളെക്കാൾ കൂടിയ ആളാണെന്ന് വിചാരിക്കാൻ ഞാൻ ഇടയാകല്ലേ നിങ്ങളെ വേണ്ടി പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ കമാൻഷൻ വന്നു, സങ്കടമായി, ദേഷ്യമായി, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ തോപ്പിച്ച് മുമ്പിൽ കയറും എന്നുള്ളത്. അങ്ങനെ ഒരു മത്സരത്തിന് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കോ എക്സിസ്റ്റൻസ് ആണ് വേണ്ടത്. നിങ്ങൾ എല്ലാവരും ആ മാനസികാവസ്ഥയിലാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ ഒരു വിചാരം. അപ്പോൾ ബി ആക്റ്റീവ് ഓൾവേസ്. അപ്പോൾ നമ്മൾ 42 വർഷത്തിന് ശേഷം നമ്മൾ അമ്മത്തണലിലേക്ക് വന്നിരിക്കുക. സെന്റ് ജോസഫ് ആണ് നമ്മുടെ അമ്മ, അല്ലേ? ഞാനങ്ങനെ വിശ്വസിക്കുന്ന അമ്മയുള്ളതാണ് വീട്. അമ്മയുള്ള വീട്ടിലേക്ക് പോകാനല്ലേ നമുക്ക് ഇഷ്ടമുള്ളൂ. എന്ത് പറയുന്നു? എൻ്റെ അനുഭവം അങ്ങനെയാണ്. അമ്മയില്ലാത്തപ്പോൾ അങ്ങോട്ട് നമ്മുടെ വീടായിട്ട് തോന്നതേ ഇല്ല. അപ്പോൾ സെന്റ് ജോസഫ് ഇവിടെ ഉണ്ട് നമ്മുടെ അമ്മയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സ്വീകരിക്കാനും ഇവിടെ വരാനും പഴയ ഓർമ്മകൾ അയവിറക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ കാണാനും എല്ലാം ഉള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല എനിക്ക് വളരെ എനർജി കൂടിയത്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ജീവിക്കുന്ന മുഖം മനസ്സിലെന്നെ ബാധിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ. ഒരു കാര്യം വളരെ കാര്യമായിട്ട് വളരെ അത്യാവശ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്നമ്മ പറയുന്ന റിലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയത് എന്ന് അപ്പോൾ ഫെബ്രുവരി മുതൽ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്ന പോലെ അനേകരെ വിളിച്ചു കാണും. കുറച്ച് പേര് റിജക്ട് ചെയ്ത് കാണും. ചിലർക്ക് മറ്റ് അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും ഇത് ചെയ്തയാളിൻ്റെ ഡിറ്റർമിനേഷൻ, ആ വിൽ പവർ, അത് നമുക്ക് കൈയടിച്ച് ഞാനിത് ചെയ്തിരിക്കും, ഞാൻ എല്ലാവരും വിളിച്ച് കൂട്ടിയിരിക്കും, ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു വേൾഡ് പൂൾ ഇവിടെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ നിശ്ചയിച്ചത്. കൊണ്ട് ആ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അല്ല ഇത്രയും ഫോളോ അപ്പ് ചെയ്യാൻ ആളുകൾ വരത്തി ഇത്രയും ഏതായാലും കാണുകയല്ലേ ഒന്നരണ്ട പേരൊക്കെ. അപ്പോൾ എന്നെ തന്നെ എത്ര വിളിച്ചിരിക്കും. ഞാൻ അതിനകത്ത് വരാമെന്നാണ് പറഞ്ഞിട്ട്, എന്നിട്ട് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുക്കത്തിൻ്റെ ഇന്റൻസിറ്റി ആ തീവ്രത എനിക്ക് നല്ലപോലെ മനസ്സിലായി. അപ്പോൾ ഇത്ര ഡൈനാമിക് ആയിട്ട്, ഇത്ര ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു കാര്യം നടത്തണമെന്ന് തീരുമാനിച്ച് അത് നടത്തി പ്രാബല്യത്തിലാക്കിയ നമ്മുടെ കോർഡിനേറ്റർക്ക് മാത്രമല്ല ഇവിടെ ഒത്തിരി പേര് സഹായിക്കാനുണ്ട്. അപ്പോൾ കോർഡിനേറ്റർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സഹായികളായിട്ടുള്ള എല്ലാവർക്കും കൂടെയാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് നീട്ടുന്നില്ല, അതുകൊണ്ടാണ് നീട്ടാൻ നിങ്ങൾക്ക് അതൊരു വിഷമമാകും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഏതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്, അന്നമ്മയെ അക്നോളജ് ചെയ്തതിന്, ഇൻവിറ്റേഷൻ സ്വീകരിച്ചതിന്, ഇതൊരു വിജയമാക്കി തീർത്തതിന് നിങ്ങൾക്കും കൺഗ്രാജുലേഷൻ ഉണ്ട്. നിങ്ങൾ ഉറപ്പാണ് ഞാൻ തരുന്നു. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഡിറ്റർമിനേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകണം എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കഥയും അവസാനം പറഞ്ഞ മോറലായിരുന്നല്ലോ. നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കുക, നടപ്പാക്കുക. ടാഗോറിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ടാഗോറിനോട് ചോദിച്ചതല്ല. ടാഗോർ നിങ്ങൾക്കറിയാം നോബൽ ലോറേറ്റ് ആണ്, എഴുത്തുകാരനാണ്, നമ്മുടെ ഭാരതത്തിന്റെ കവിയാണ്. എന്നാൽ ഗാന്ധിജി, നിങ്ങൾ ഈ രണ്ടുപേരെ കമ്പയർ ചെയ്താൽ ആരെ നിങ്ങൾ മുമ്പിൽ നിർത്തുമെന്ന് സുകുമാർ അഴീക്കോടിനോട് ചോദിച്ചതാണ് ഞാൻ വായിച്ചത്. അപ്പൊ സുകുമാർ അഴീക്കോട് പറഞ്ഞത് പ്രവർത്തിക്കുന്നയാളാണ് മുമ്പിൽ, വാക്കുകൾ പറയുന്നയാളല്ല, പ്രവർത്തിക്കുന്നയാൾ. അപ്പൊ ഇവിടെ പ്രവർത്തിച്ചത് ആരാണ്? നമ്മുടെ കോർഡിനേറ്ററാണ്. സോ വെരി ബിഗ് അപ്ലോസ് ടു കോർഡിനേറ്റർ. എനർജി ഡൈനാമിക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ റോൾ മോഡലായിട്ട് അനുവദിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു അവസരത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അന്നമ്മ സെക്രട്ടറി എന്നെ വിളിക്കുന്നത് ഫെബ്രുവരി 17-നാണ്. അന്ന് തുടങ്ങി ഇവിടെ ഈ നിലവിളക്ക് കത്തിക്കണമെങ്കിൽ തിരിയും തീപ്പെട്ടിയും ഓയിലും വരെയും പ്ലാൻ ചെയ്തിരുന്നു. അതിവിടെ പറഞ്ഞു സ്റ്റേജിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും. എന്നെ ഒരു 20 പ്രാവശ്യത്തിലല്ല, അത്
അതിലേറെ പ്രാവശ്യം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, ഇന്ററാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഇതിനു വേണ്ടി മാത്രം സംസാരിച്ചു വരുന്നത് മോർ ദാൻ 20 times. നല്ലൊരു ലീഡറാണ്, നല്ലൊരു കോർഡിനേറ്ററാണ്. നീ ടീച്ചേഴ്സിനെ വിളിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ വിളിച്ചു, വാല്യൂ എഡ്യൂക്കേഷൻ പഠിപ്പിച്ച അച്ഛനെ വിളിച്ചു, മാനേജ്മെന്റ്, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ഫുഡ് ഒക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിന് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആരെയും വിട്ടുകളഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചതിന് ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തതിന് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രിസിയേഷന് അന്നമ സെക്രട്ടറി ടീമിനെ അറിയിച്ചു. ഇന്നത്തെ ഇവിടെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്ന നമുക്ക് ഈ സന്തോഷം തരുന്ന വേളയിൽ ഇതെന്റെ മാത്രം കഴിഞ്ഞില്ല. ഞാൻ മറ്റൊരു രാജ്യത്ത് നിന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു കൂട്ടുകാർ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എൻ്റെ പ്രത്യേകം പറയുന്നത് ബിബി, ഷെറി, സിൻഡി ആൻഡ് ആൻഡി, പിന്നെ വോളണ്ടിയേഴ്സ് ഷബ്ന, ഷീല, ഷാരൻ, ബീന, എല്ലാവരും ഉണ്ട്. ഷീല, എല്ലാവരുടെയും ഒരു വിജയമാണ്, എൻ്റെ മാത്രമല്ല. ഇതുപോലെ നമ്മൾ ഇനിയും ഒത്തുകൂടണം. അതിന് ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ. വളരെ നല്ല ഒരു ടോക്ക്, ഒരു മാതാവിന്റെ വാത്സല്യവും അധ്യാപികയുടെ കാർക്കശ്യവും നിറഞ്ഞ ശബ്ദത്തിൽ നിറഞ്ഞ മനസ്സോടെ ഏവർക്കും തന്ന ആശംസയ്ക്ക് വളരെയധികം നന്ദി. തുടർന്ന് ആശംസാ പ്രസംഗത്തിനായി തങ്കമ്മ ചേച്ചി ക്ഷണിക്കുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഉഷ, ടീച്ചർ ലീലമ്മ, അന്നമ്മ സക്കറിയ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, 1957 ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ട് ജോലിക്ക് വന്നത്. ആദ്യം ലാബിലായിരുന്നു, പിന്നെ ഓഫീസിലായി. ഓഫീസിൽ എല്ലാം കൂടെ 40 വർഷം ഞാൻ ഈ കോളേജിൽ ജോലി ചെയ്തു. സെന്റ് ജോസഫ് കോളേജ് എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിന്റെ സന്ദേശവാഹക ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കോളേജിലോട്ട് വരുമ്പോൾ എനിക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എനിക്ക് 59 വയസ്സുണ്ട്. 59 വയസ്സിലാണ് ഞാൻ ഈ നടക്കുന്നത്. ദൈവത്തിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാന കാരണം ഞാൻ ഈ സെന്റ് ജോസഫ് കോളേജ് വന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഭൂരിപക്ഷമായ അഭിപ്രായം. കാര്യം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിൻസിപ്പൽമാരും, ഒരു പ്രിൻസിപ്പൽ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന സിസ്റ്റർ ആനറ്റ് തോട്ടക്കരയാണ് ഞാൻ ആദ്യമായിട്ട്. ഞാൻ വന്ന കാലത്ത് ഇവിടെ സിസ്റ്റർ രണ്ടാമത്തെ പ്രിൻസിപ്പളാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ആനറ്റ് തോട്ടക്കരയുടെ കാലത്താണ് ഞാൻ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത്. 1996. സിസ്റ്റർ ആനറ്റ് തോട്ടക്കരയുടെ കാലത്ത് നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഒരുപാട് ആനുകൂല്യങ്ങൾ, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നത് പറയണം. സ്നേഹത്തിന്റെ സന്ദേശം അറിയായിരുന്നു. കണ്ടാൽ തോന്നുന്നു വലിയ ദാക്ഷ്യം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. സിസ്റ്റർ ആനറ്റ് തോട്ടക്കരയെ ഞാൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വന്ന് സിസ്റ്റർ ഉഷ എന്നെ വളരെ കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും വിളിക്കുകയും അല്ലാത്ത 2 പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സ് ഉണ്ടായിരുന്ന അവർ വളരെ കാര്യമായിട്ട്. പക്ഷെ സെന്റ് ജോസഫ് കോളേജിന്റെ പ്രത്യേകത എല്ലാവരെയും കൂട്ടി നിർത്തുക എന്നുള്ളത്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ്. ഞാൻ സീനിയർ സിറ്റിസന്റെ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ പെൻഷൻ അസോസിയേഷനെ കുറിച്ച് എല്ലാവരുടെയും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ സെന്റ് ജോസഫ് കോളേജിനെ പറ്റി പറയാറുണ്ട്. ആ സ്നേഹവും ആ കാര്യമാണ്. ആ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജ്. അതിനൊക്കെ മഹാത്മ്യം ആ കോളേജിലുണ്ട്. ഇനി പറയാനുള്ളത് നമ്മുടെ അന്നമ്മയെ പറ്റിയാണ്. അന്നമ്മ വർക്ക് ചെയ്യുന്ന പഠിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ മോളിലൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവൾ ഫിസിക്സ് മെയിൻ ആയിരുന്നു. അവള് ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് വേറെ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുവാണ്. അവൾക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും വരാൻ സാധിച്ചില്ല. അപ്പം അന്നമ്മ ഒരുപാട് കാലത്ത് ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞു ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അങ്ങനെ ഈ കാര്യങ്ങളിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത്. നല്ലപോലെ അറിയാം. കാര്യം ഇല്ലാതെയും ഒരു ഇവിടെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം നോൺ ടീച്ചിങ് സ്റ്റാഫ്
കളിച്ചും പാടിയൊക്കെ ഭക്ഷണം പ്ലീസ്